Hello students, welcome to Disha Academy. അപ്പോൾ നിങ്ങൾ എല്ലാവരും RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഈ ജനറൽ സയൻസ് 25 മാർക്സിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ മാർക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഈ ബയോളജിയിലെ അനിമൽ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൽ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് വൈസ്, ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. മെൻറ്ററിനോട് നിങ്ങൾ ചോദിച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. അനിമൽ ടിഷ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദിച്ച് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് cells similar in origin and are specialized to perform a particular function. Okay, for example, muscle cells in our body forms the muscles that brings about body movement is called dash. ഒരു ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് സിമിലർ ഇൻ ഒറിജിൻ. ഓക്കെ, കുറച്ച് സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തുകൂടുന്നുണ്ട്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഒത്തുകൂടുന്നത്. അപ്പോൾ പിന്നെ അവരെ പറയുന്ന പേരെന്താണ്, ടിഷ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ഒരുപോലത്തെ ടിഷ്യൂസ് ഏതെങ്കിലും പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒത്തുകൂടുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ പറയും ഓർഗൻ എന്ന് പറയും. ഓർഗൻസ് കൂടിച്ചേരുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും, ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പം ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, സെൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നത് എന്താണ്, ടിഷ്യൂ ആണ്. ടിഷ്യൂ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മസിൽ സെൽസ് ഇൻ അവർ ബോഡി ഫോംസ് ദ മസിൽസ് ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ബോഡി മൂവ്മെന്റ്. ഓക്കെ, മസിൽ സെൽസ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മസിൽസ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെല്ലിനെ പറ്റിയുള്ള സ്റ്റഡീനെ പറയുന്ന പേരെന്താണ്, സൈറ്റോളജി. ടിഷ്യൂവിനെ പറ്റിയുള്ള സ്റ്റഡീനെ എന്തെന്നാ പറയുന്നത്, ഹിസ്റ്റോളജി എന്ന് പറയും. ഹിസ്റ്റോളജി. അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം, അനാട്ടമി എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ എന്തായാലും സെൽസ് കൂടി ചേർന്ന് എന്താണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ടിഷ്യൂസ് ആണ് ഫോം ചെയ്യുന്നത്. ടിഷ്യൂവിനെ പറ്റിയുള്ള സ്റ്റഡി എന്താണ്, ഹിസ്റ്റോളജി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടിഷ്യൂ എന്താണ്, ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ ബോഡി പാർട്സിൽ പലയിടത്തായിട്ട് പല ടിഷ്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇന്ന പോർഷനിലുള്ള ടിഷ്യൂ ഏതാണ്, അല്ലെങ്കിൽ കിഡ്നിയിലുള്ള ടിഷ്യൂ ഏതാണ്, ലങ്സിലുള്ള ടിഷ്യൂ ഏതാണ്, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ടിഷ്യൂസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, സെൽസ് കൂടിച്ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഈ പറയുന്ന ടിഷ്യൂ അവരെ എങ്ങനെയാണ് കാണാനിരിക്കുന്നത്, അവരുടെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ എന്താണ് അനുസരിച്ചിട്ട് അവരെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 എപ്പിത്തീലിയൽ ടിഷ്യൂ, 2 കണക്റ്റീവ് ടിഷ്യൂ, 3 മസ്കുലാർ ടിഷ്യൂ, 4 എന്താണ്, ന്യൂറൽ ടിഷ്യൂ. ഈ നമ്മുടെ മസിൽസിലൊക്കെയുള്ള ടിഷ്യൂ നമ്മൾ പ്രത്യേകമാണ് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിന്, നമ്മുടെ സ്പൈനൽ കോഡിലുള്ള ടിഷ്യൂസ് നമ്മൾ സെപ്പറേറ്റ് ആണ് പറയുന്നത്. അതെന്താണ്, ന്യൂറൽ ടിഷ്യൂ ആണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ പേരിൽ തന്നെയുണ്ട്, മെയിൻലി കണക്ട് ചെയ്ത് നിർത്തുക, സപ്പോർട്ട് ചെയ്ത് നിർത്തുക, അതിനെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇതിൽ ഓരോ ടിഷ്യൂസിനെ പറ്റി നമുക്ക് നോക്കാം. ഒന്ന് എന്താണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആ സെൽസ് ഒക്കെ നല്ല കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ്, ആ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്.
ഓക്കെ, സെൽസ് എല്ലാം കൂടെ നല്ല ഞെരിഞ്ഞ് അടുക്കി അടുക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സെല്ലിന്റെ ഇടയിലുള്ള സ്പേസ് ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ സ്പേസ് എന്താണ്, തീരെ കുറവാണ്. ഓക്കെ, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് പല ഷേപ്പിലും സ്ട്രക്ചറിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അവരുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ജസ്റ്റ് ഫിഗർ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് എവിടെയാണ്, നമ്മുടെ സ്കിന്നിൽ. സ്കിൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ പുറത്തുള്ള എൻവയോൺമെന്റിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ സ്കിന്നിന് ഉള്ള ടിഷ്യൂ ഏതാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അനിമൽസിന്റെ കേസിൽ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവരുടെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇത് നോക്കിയേ, നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കുവാണ്. ഫ്ലാറ്റ് ആയിട്ട് പരന്നിരിക്കുന്ന ടൈപ്പ് എപ്പിത്തീലിയത്തിനെയാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ സ്ക്വാമസ് എന്ന് പറയാൻ കാരണം ഒരു ലെയറേ ഉള്ളൂ, അതുകൊണ്ടാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒന്നിക്കൂടുതൽ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് സ്ട്രാറ്റിഫൈഡ് എന്നാണ്. ഓക്കെ, ഇവിടെ ഒറ്റ ലെയറേ ഉള്ളൂ, അതുകൊണ്ട് സിമ്പിൾ സ്ക്വാമസ് എന്ന് പറയും. ഇത് നോക്കിയേ, ക്യൂബ് പോലെ ഇരിക്കുന്നത് നമ്മൾ ക്യൂബോയിഡൽ എന്ന് പറയും. ഒരു ലെയറേ ഉള്ളതുകൊണ്ട് നമ്മൾ സിമ്പിൾ ക്യൂബോയിഡൽ എന്ന് പറയും. ഇനി നോക്കിയേ, കോളം കോളം പോലെ ഇരിക്കുന്നത് ആ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയും. അപ്പോൾ സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളംനാർ. ഓക്കെ, ഇനി ഈ ഒരു ക്യൂബോയിഡലിൻ്റെയോ കോളംനാറിനെയോ മുകളിലായിട്ട് ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, വിരൽ പോലത്തെ പ്രൊജക്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ പറയും സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. പിന്നെ ഒരു എപ്പിത്തീലിയം കൂടെ ഉണ്ട്, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ഗ്ലാൻസ് ഉണ്ടോ ആ ഗ്ലാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതും ഏത് ടിഷ്യൂ ആണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എപ്പിത്തീലിയത്തിലെ ഏത് ടിഷ്യൂ, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പം നിങ്ങൾ എപ്പിത്തീലിയത്തിൽ ഈ അഞ്ചെണ്ണം ഓർത്തിരിക്കണം. ഏതാണ്, സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, സീലിയേറ്റഡ് എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. സീലിയേറ്റഡ് എന്തുവാ, ക്യൂബോയിഡലിനോ കോളംനാറിനോ മുകളിൽ ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെങ്കിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്താണ്, എവിടെയൊക്കെ ഗ്ലാൻസ് ഉണ്ടോ ആ ഗ്ലാൻസുമായിട്ട് അസോസിയേറ്റ് എന്തുണ്ടാവും, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഈ എപ്പിത്തീലിയം ഒക്കെ നമ്മുടെ ബോഡി പാർട്സിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സ്ക്വാമസ് എപ്പിത്തീലിയം നോക്കിയേ. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയൊക്കെയാണ്, സ്കിന്നിലുണ്ട്, നമ്മുടെ മൗത്ത് അകം ലൈൻ ചെയ്യുന്നുണ്ട്, ലൈനിങ് ഓഫ് മൗത്ത്, ബ്ലഡ് വെസൽസ്, ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറയുന്നത് എന്താണ്, ഫുഡ് പൈപ്പ്. കഴിക്കുന്ന ഫുഡ് മൂവ് ചെയ്ത് പോകുന്ന പൈപ്പ്, ഫുഡ് പൈപ്പിനെയാണ് ഈസോഫാഗസ്. അതേപോലെ തന്നെ ലങ്സിലെ ആൽവിയോളെ, ഈ പോർഷനിലെല്ലാമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത്. ഓക്കെ, ഇതിലെ മൗത്തിൽ കാണുന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആൽവിയോളെ, ലങ്സിൽ കാണുന്നത് ഏതാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ എവിടെയൊക്കെയാണ്, സലൈവറി ഗ്ലാൻഡ് ഡക്റ്റിലുണ്ട്, പാൻക്രിയാറ്റിക് ഡക്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് ഓഫ് കിഡ്നി. ഓക്കെ, കിഡ്നിയുടെ ഉള്ളിലായിട്ട് കുറേ ട്യൂബ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിലെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനറലി ഓർത്തിരിക്കുക, കിഡ്നി ട്യൂബ്യൂൾസ്. കിഡ്നി ട്യൂബ്യൂൾസ് ലൈൻ ചെയ്യുന്നത് ഏത് എപ്പിത്തീലിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതേപോലെ തന്നെ ഓവറീസും സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് എന്ത്, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്, സ്പേം പ്രൊഡക്ഷൻ. ഓക്കെ, ഓവറിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് പ്രൊഡ്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ കോളംനാർ എപ്പിത്തീലിയം കാണുന്നത് സിമ്പിൾ ആണ്, സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ആണ് മെയിൻലി കോളംനാർ എപ്പിത്തീലിയം. ഓക്കെ, നാലാമത്തെ നോക്കി, സീലിയേറ്റഡ് എപ്പിത്തീലിയം ഹോളോ ഓർഗൻസിലാണ്, എന്ന് വെച്ചാൽ അകം പൊള്ളയായിട്ടുള്ള ഓർഗൻസ്. ബ്രോങ്ക്യൂൾസിലും അതേപോലെ തന്നെ ഫാലോപ്പിയൻ ട്യൂബിലൊക്കെയാണ്. ബ്രോങ്ക്യൂൾസിലും എന്ന് വെച്ചാൽ ഫാലോപ്പിയൻ ട്യൂബ് എന്തുവാ, എഗ്ഗ് മൂവ് ചെയ്ത് വരുന്ന, ഫ്ലോ ചെയ്ത് വരുന്ന ട്യൂബാണ് ഫാലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ബ്രോങ്ക്യൂൾസ് എന്തുവാ, നമ്മുടെ ഈ ഒരു ട്രക്കിയ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് ലങ്സിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നേരത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ സ്പ്ലിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രോങ്ക്യൂൾസ് എന്ന് പറയുന്നത്, ബ്രോങ്ക്യൂൾസ്. ക്ലിയർ ആണോ? അതേപോലെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, എവിടെയൊക്കെ ഗ്ലാൻസ് ഉണ്ടോ ഗ്ലാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് എപ്പിത്തീലിയം ആണ്, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആണ്. അല്ലെങ്കിൽ ഏത് ടിഷ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്.
ക്ലിയർ ആണോ? അപ്പൊ സ്ക്വാമസ് എവിടെയൊക്കെയാണ്? സ്കിന്ന്, മൗത്ത്, ബ്ലഡ് വെസൽസ്, ഈസോഫാഗസ്, ലങ്സിൽ. ക്യൂബോയിഡൽ മെയിൻലി നിങ്ങൾ ഓർക്കേണ്ട എവിടെയൊക്കെയാണ്? കിഡ്നി ട്യൂബ്യൂൾസ്, ഓവറീസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതേപോലെ പാൻക്രിയാറ്റിക് ഡക്ട്, സലൈവറി ഡക്ട്. കോളംനാർ എളുപ്പമാണ്, സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും മാത്രമേ ഉള്ളൂ. സീലിയേറ്റഡോ അതുപോലെ തന്നെയാണ് ബ്രോങ്ക്യൂൾസും ഫാലോപ്പിയൻ ട്യൂബും. ഇനി എന്തിനാണ് ബ്രോങ്ക്യൂൾസിൽ ഈ സീലിയ പോലത്തെ സ്ട്രക്ചേഴ്സ്? എന്തിനാണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്തിനാണ്? പൊടി ഉള്ളിലോട്ട് പോവാതിരിക്കാൻ. നമ്മൾ എയർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളിലോട്ട് കയറുമല്ലേ, അത് നമ്മളെ ലങ്സിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇവിടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ളത്. ഫാലോപ്പിയൻ ട്യൂബിൽ എന്തിനു വേണ്ടിയിട്ടാ? എഗ്ഗ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഫാലോപ്പിയൻ ട്യൂബിൽ സീലിയ ഉള്ളത്. ഓക്കെ, അതേപോലെ ഗ്ലാൻഡുലർ, എവിടെയൊക്കെ ഗ്ലാൻസ് ഉണ്ടോ അതുമായിട്ട് അസോസിയേറ്റ് ഗ്ലാൻഡുലർ എപ്പിത്തീലിയം ഉണ്ട്. ക്ലിയർ ആണോ? നോക്കിയേ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ ലൈനിങ് ഓഫ് ദ മൗത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. മൗത്ത് ലൈൻ ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സംശയമുണ്ടോ? സി ഓപ്ഷൻ എന്താണ്? സ്ക്വാമസ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൗത്ത് ലൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ കിഡ്നി ട്യൂബ്യൂൾസ് ചോദിച്ചിട്ടുണ്ട്, ലങ്സിലെ ആൽവിയോളെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ പേരിൽ തന്നെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കണക്ഷന് വേണ്ടിയിട്ടാണ്. കണക്ട് ചെയ്ത് നിർത്തുക, സപ്പോർട്ട് ചെയ്ത് നിർത്തുക. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട്, ഏറ്റവും കൂടുതലായിട്ടും പലയിടത്തായിട്ടും കാണപ്പെടുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസ് നമ്മൾ മാട്രിക്സ് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലായിട്ട് സെല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ച് വെച്ച പോലെയാണ് ആരുടെ കേസിൽ ഇരിക്കുന്നത്? നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കേസിൽ ഇരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ സെൽസ് നാര് പോലത്തെ ഫൈബേഴ്സ് റിലീസ് ചെയ്യും. ഓക്കെ, അതും കൂടെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിനൊരു മാട്രിക്സ് ഉണ്ട്. മാട്രിക്സിൽ നിറച്ചും സെൽസ് ഉണ്ട്. ആ സെൽസ് തന്നെ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാര് പോലത്തെ, അതിന് നമ്മൾ പ്രോട്ടീൻ ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഫൈബേഴ്സ് പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊളാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ഓക്കെ, കൊളാജൻ ആവാം, ഇലാസ്റ്റിൻ ആവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ. സെല്ല്, അതേപോലെ മാട്രിക്സ്, അതേപോലെ തന്നെ പ്രോട്ടീൻ ഫൈബേഴ്സ്, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് മാട്രിക്സ് ആൻഡ് സെൽസ് ആർ എംബഡഡ് ഇൻ മാട്രിക്സ്. ഓക്കെ, അപ്പോൾ സെൽസ് മാട്രിക്സിൽ എംബഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അനുസരിച്ച് ലൂസ് ഉണ്ട്, ഡെൻസ് ഉണ്ട്. ഇത് നോക്കി, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെല്ലാം ലൂസാണ്. ഡെൻസ് എന്ന് പറഞ്ഞാലോ ഇതിങ്ങനെ എല്ലാം കൂടെ, അതേപോലെ ഈ ഫൈബേഴ്സും അതേപോലെ തന്നെ സെൽസും എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കും. അതാണ് ഡെൻസ്. ലൂസ് ഇതാ ഇതുപോലെ. സ്പെഷ്യലൈസ് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ഫങ്ഷൻ ചെയ്യാനുള്ളവരാണ് സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, അപ്പം ഡെൻസിൽ രണ്ടുപേരുണ്ട്, ഓർത്തിരിക്കുക, ടെൻഷനും ലിഗമെന്റും. ലൂസിലും രണ്ടുപേരുണ്ട്, ഏരിയോളാറും അഡിപ്പോസും. ഓക്കെ, സ്പെഷ്യലൈസിൽ നിങ്ങൾ 3 പേരെ ഓർത്തിരിക്കുക, ബോണ്, കാർട്ടിലേജ്, ബ്ലഡ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഈ ഒരു 7 പേരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ഓർത്തിരിക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിനെ ആരെങ്കിലും എടുത്തു വെച്ചിട്ട് ഇത് ഏത് ടിഷ്യൂ അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻഡൻ, ലിഗമെന്റ് ഡെൻസിൽ വരും. ലൂസിൽ വരുന്നത് ഏരിയോളാറും അഡിപ്പോസും. സ്പെഷ്യലൈസിൽ വരുന്നത് ബോണും കാർട്ടിലേജും ബ്ലഡും ആണ്. ഓക്കെ, ടെൻഡൻ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മസിൽ ബോണുമായിട്ട് ചേർന്നിരിക്കുമല്ലേ, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൻഡൻ. എന്ന് പറഞ്ഞാൽ ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യാനാണ് ആരുള്ളത്? ടെൻഡൻ. ലിഗമെന്റോ? 2 ബോൺസിനെ, ഒരു ബോണിനെ വേറൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിഗമെന്റ് ഉള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ഏരിയോളാറോ അഡിപ്പോസോ രണ്ടുപേരും സ്കിന്നിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടിഷ്യൂ ആണ് ഏരിയോളാറും അഡിപ്പോസ് എന്നും പറയുന്നത്. ഇനി അഡിപ്പോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന ടിഷ്യൂ. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ അടിയിലൊക്കെ ഫാറ്റ് അടിഞ്ഞിരിക്കുമല്ലേ, അത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന ടിഷ്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡിപ്പോസ് ടിഷ്യൂ. രണ്ടുപേരെയും എങ്ങനെയാണ്? സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ, സ്പെഷ്യലൈസിൽ വരുന്നതാണ് ബോൺ, കാർട്ടിലേജ്, ബ്ലഡ്. ഓക്കെ, ബോൺ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. എങ്ങനെയാണ് ഇത്രയും സ്ട്രെങ്ത് കിട്ടുന്നത്? ബോണിൽ കാൽഷ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട്. ഈ രണ്ട് എലമെന്റ്സ് ആണ് ബോണിന് ഇത്രയും സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോൺ എന്ന് പറയുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് നിങ്ങൾക്ക് അറിയാം എന്തുവാണ്? തരുണാസ്ഥി എന്നൊക്കെ പറയും. നമ്മുടെ ചെവിയിൽ, നമ്മുടെ മൂക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സിബിൾ അല്ലേ? അപ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്? കാർട്ടിലേജ്. ബ്ലഡോ? ബ്ലഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പോലെ ഇരിക്കുന്നതല്ലേ? ഈ ഇത്രയും പറഞ്ഞേല് ഫ്ലൂയിഡ് പോലെ ഇരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ കാണുന്നത്. നിങ്ങൾ ആരാണ്? ബ്ലഡ്. അപ്പം ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, റെഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ബ്ലഡ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ സ്ട്രോങ്ങസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ബോണ്, ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ കാർട്ടിലേജ്, അതുപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് അല്ലെങ്കിൽ റെഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഡാഷ് ടിഷ്യൂ ഈസ് ഫോംഡ് ബിനീത്ത് ദ സ്കിൻ ആൻഡ് ബിറ്റ്വീൻ ഇന്റേണൽ ഓർഗൻസ്. സ്കിന്നിന് അടിയിലായിട്ട് അതേപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇടയിലായിട്ടും നമുക്ക് ആരെ കാണാൻ പറ്റും? ആരെ കാണാൻ പറ്റും? നോക്കിയേ, അഡിപ്പോസ് ടിഷ്യൂ, അഡിപ്പോസ് അല്ലെങ്കിൽ ഏരിയോളാറും ആവാം. ഏരിയോളാർ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എന്തായാലും സ്കിന്നിന്റെ അടിയിലായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ ഓർക്കുക, അഡിപ്പോസും ഏരിയോളാറും. ഓക്കെ, ഇവിടെ എന്തായാലും അഡിപ്പോസ് ആണ്. അപ്പൊ അഡിപ്പോസ് ആണ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത നോക്കിയേ, ഡാഷ് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് മാട്രിക്സ് ആൻഡ് സെൽസ് ആർ എംബഡഡ് ഇൻ മാട്രിക്സ്. ഏത് ടിഷ്യൂ? കണക്റ്റീവ് ആണോ? നെർവ് ടിഷ്യൂ ആണോ? മസ്കുലാർ എപ്പിത്തീലിയം? ഏതാണ്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കണക്റ്റീവ് ടിഷ്യൂലാണ് ഒരു മാട്രിക്സ് ഉള്ളത്. ആ മാട്രിക്സിൽ സെൽസ് എംബഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ബ്ലഡ് ആൻഡ് ബോൺസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, നെർവ് ടിഷ്യൂ. ഏതാണ്? ബോണും ബ്ലഡും ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏത് ടിഷ്യൂ ആണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതെല്ലാം ഗ്രൂപ്പ് ഡിക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. ഓക്കെ, ബ്ലഡ് മാത്രം എന്തോ ടിഷ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്, ബോൺ മാത്രം എന്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചും എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടോപ്പിക്ക് പഠിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മൾ ഏതാണ്? എപ്പിത്തീലിയൽ പറഞ്ഞു, കണക്റ്റീവ് പറഞ്ഞു, പിന്നെ മസിലാണ്, മസ്കുലാർ ടിഷ്യൂ. ഓക്കെ, മസിൽസ് മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ഒന്ന് സ്കെൽറ്റൽ മസിൽ, 2 സ്മൂത്ത് മസിൽ, 3 കാർഡിയാക് മസിൽ. കാർഡിയാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതിനെ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ഹേർട്ടിലുള്ള മസിലാണ് ഏതെന്ന് പറയുന്നത്? കാർഡിയാക് മസിൽ. സ്കെൽറ്റൽ മസിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം എവിടെയാണ്? നമ്മുടെ അസ്ഥിയായിട്ട് ചേർന്നിരിക്കുന്ന, നമ്മുടെ സ്കെൽറ്റനുമായിട്ട് ചേർന്നിരിക്കുന്ന മസിൽ ആയതുകൊണ്ടാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഇനി സ്കെൽറ്റൽ മസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പടത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ, അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വര പോലെ കാണാൻ പറ്റും. ഇങ്ങനെ സ്ട്രിപ്സ് പോലെ വര പോലെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവരെ സ്ട്രെയിറ്റഡ് മസിൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇത് നോക്കി, സ്മൂത്ത് എന്ന് പറയാൻ തന്നെ കാരണം അതിലിങ്ങനെ വര പോലെ ഇല്ല. അതുകൊണ്ടാണ് സ്മൂത്ത് മസിൽസ്. അല്ലെങ്കിൽ വേറെ പേരിട്ട് നമുക്ക് വിളിക്കാം നോൺ സ്ട്രെയിറ്റഡ് മസിൽ. നോൺ സ്ട്രെയിറ്റഡ് മസിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ഈ സ്ട്രെയിറ്റഡ് മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡുമായിട്ട് ചേർന്നിരിക്കുന്ന മസിൽസിനെയാണ് സ്ട്രെയിറ്റഡ് മസിൽസ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇൻവോളണ്ടറി, വോളണ്ടറി എന്ന് പറയുന്ന ടേംസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കൺട്രോളിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? വോളണ്ടറി. ഇപ്പം ഞാൻ കൈ ഇവിടെ നിന്ന് അനക്കുവാണ്, എൻ്റെ ഇഷ്ടത്തിനാണ്, അത് വോളണ്ടറി ആണ്. ഇപ്പം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെന്താണ്? എൻ്റെ കൺട്രോളിലല്ല. അതെന്താണ്? ഇൻവോളണ്ടറി ആണ്. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റഡ് മസിൽസ് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ഒരു സംശയം വേണ്ട, വോളണ്ടറി ആണ്. നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള മസിൽസ് ആണ്, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അനക്കുന്ന, മൂവ് ചെയ്യുന്നത്. അത് വോളണ്ടറി മസിലാണ്.
ഹേർട്ടിലാണ് കാർഡിയാക് മസിൽ. ഇത് വോളണ്ടറി ആണോ? ഒരിക്കലും അല്ല. ഹേർട്ട് നമ്മുടെ ഇഷ്ടത്തിനാണോ ഇടിക്കുന്നത്? അല്ല. അത് നമ്മുടെ കൺട്രോളിലല്ല. അതെങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ്. സ്മൂത്ത് മസിലോ? സ്മൂത്ത് മസില് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കില്, ഇൻഡസ്റ്റൈനിലൊക്കെയാണ് സ്മൂത്ത് മസിൽ ഉള്ളത്. അതേപോലെ തന്നെ യൂട്രസിലൊക്കെ ഉണ്ട്. ഓക്കെ, അതും നമ്മുടെ കൺട്രോളിലല്ല. അതും എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഓക്കെ, ഇത് നോക്കിയേ. ഇതിൽ നമുക്ക് ഒരു ഇതിൽ നോക്കാൻ നേരത്ത് തന്നെ ഇത് ഒന്നിനെ നമ്മൾ പറയുന്നത് മയോഫിലമെന്റ് എന്നാ പറയുന്നത്. മയോഫിലമെന്റുകൾ കൂടിച്ചേർന്നാണ് മസിൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു മയോഫിലമെന്റ് നോക്കി 3 ന്യൂക്ലിയസ്, പിന്നെ അപ്പുറത്തും കാണും. ഇത് നോക്കി, ഇതിൽ ഒന്നേ ഉള്ളൂ. ഇതിൽ ഒന്നേ ഉള്ളൂ. അപ്പം പറയാൻ പറ്റുന്ന മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് ആരാണ്? സ്കെൽറ്റൽ മസിലാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി വീണ്ടും നിങ്ങൾ ഹേർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഇതെന്താണ്? ബ്രാഞ്ച് ആയിരിക്കുവാണ്. ഓക്കെ, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരേ ഒരു മസിൽ ഏതാണ്? ഹേർട്ട് മസിലാണ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത്. ഇനി സ്മൂത്ത് മസിൽ നോക്കിയേ, ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ? രണ്ടറ്റവും എന്താണ്? കൂർത്തിട്ടിരിക്കുകയാണ്, പിൻ പോയിന്റഡ് ആണ്. ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് സ്പിൻഡിൽ ഷേപ്പ്. അപ്പൊ സ്പിൻഡിൽ ഷേപ്പ് ഉള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് ആരാണ്? സ്മൂത്ത് മസിലാണ്. ക്ലിയർ ആണോ? ഇങ്ങനെ 3 ടൈപ്പ് മസിൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? കാർഡിയാക്ക്, സ്കെൽറ്റൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ്, സ്മൂത്ത് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ്. ക്ലിയർ ആണോ? ഇതിൽ സ്പിൻഡിൽ ഷേപ്പ് ഉള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് സ്മൂത്ത് മസിൽ. ഓക്കെ, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, കാർഡിയാക് മസിൽ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് ഏതാണ്? സ്കെൽറ്റൽ മസിൽ ആണ്. ക്ലിയർ ആണോ? അതുപോലെ നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂ? മസിൽ ടിഷ്യൂ എത്ര ഉണ്ട് എന്നാണ്. 2, 4, 3, 5. ഏതാണ് ആൻസർ? അറിയാലോ, 3 എണ്ണേ ഉള്ളൂ. 3 മസിൽ ടിഷ്യൂസേ ഉള്ളൂ. ആ 3 എണ്ണത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന്, നമ്മുടെ സ്പൈനൽ കോഡിലൊക്കെ ഉള്ള ടിഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ, സ്പൈനൽ കോഡിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻ ഒരിടത്ത് നിന്നും വേറൊരിടത്തോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെർവസ് ടിഷ്യൂ ആര് കൂടിച്ചേർന്നാണ് ഉണ്ടാവുന്നത്? ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ സെൽ. ലോങ്സ്റ്റ് സെല്ലാണ് ഏതെന്ന് പറയുന്നത്? ന്യൂറോൺ. ന്യൂറോൺസ് കൂടി ചേർന്നിട്ടാണ് നമ്മൾ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ന്യൂറോൺസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂവിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതിൽ എന്ത് നടക്കത്തില്ല? സെൽ ഡിവിഷൻ നടക്കത്തില്ല. നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ നടക്കാത്ത ഒരേ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത് ഏതാണ്? ടിഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവസ് ടിഷ്യൂ. സെൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ ആണ്. ബാക്കി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിനും എന്ത് നടക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടന്ന് പുതിയ പുതിയ സെൽസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ന്യൂറോൺസ് അങ്ങനെയല്ല. നമ്മൾ ജനിക്കുമ്പോൾ എന്താണോ ഉള്ളത് അത് കൊണ്ടിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് അതിൽ എന്ത് നടക്കത്തില്ല? സെൽ ഡിവിഷനോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. ക്ലിയർ ആണോ? അപ്പം ഇതാണ് നമ്മുടെ അനിമൽ ടിഷ്യൂവിലെ 4 ടൈപ്പ് അനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഓക്കെ, അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് നോക്കുക. ഓക്കെ, അപ്പം ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഡെമോ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. മാക്സിമം ടൈം എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ എളുപ്പമായിട്ട് നിങ്ങൾ ഇത്തിരി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. എളുപ്പമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാക്സിമം നന്നായിട്ട് പഠിച്ച് വർക്ക് ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.